ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, പല രൂപത്തിലും തട്ടിപ്പുകളും വെട്ടിപ്പുകളും നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് പ്രത്യേകിച്ച് ഹലാൽ തട്ടിപ്പുകളാകുമ്പോൾ മാധ്യമങ്ങൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോലും കൂട്ടാക്കുന്നില്ല. നമുക്കറിയാം, അൽ മുഖ്താദിർ എന്ന് പറയുന്ന ഒരു ഹലാൽ സ്വർണ്ണക്കട 0% ആണ് ഇവരുടെ പണിക്കൂലി. അതായത് ഏത് ഫാഷൻ എടുത്താലും ശരി, ആ ഗോൾഡിന്റെ പണം മാത്രം ഈടാക്കുന്ന പ്യുവർ ഹലാലായിട്ടുള്ള ഒരു സ്വർണ്ണക്കട. മറ്റ് സ്വർണ്ണക്കടക്കാരൊക്കെ ഇദ്ദേഹത്തോട് ചോദിക്കാറുണ്ട്, ഇദ്ദേഹത്തെ വിമർശിക്കാറുണ്ട്, എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിന് സാധിക്കുന്നത്? പണിക്കൂലിയും പണിക്കുറവും ഇല്ലാതെ സ്വർണത്തിന്റെ വിലയിൽ മാത്രം സ്വർണം കൊടുക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? അങ്ങനെ വരുമ്പോൾ എല്ലാ ആളുകളും ഇദ്ദേഹത്തിന്റെ അടുത്തേ വരത്തുള്ളൂ. പിന്നെ ഇദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത, അഡ്വാൻസ് ബുക്കിങ്ങിനാണ് ഇദ്ദേഹത്തിന് ഏറെ പ്രാധാന്യം. ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും മതരഹിതരുടെയും ഒന്നും കച്ചവടം ഇദ്ദേഹത്തിന് വേണ്ട. അങ്ങനെ ആരെങ്കിലും ഇദ്ദേഹത്തിന്റെ ഷോപ്പിലേക്ക് വന്നാൽ പോലും അവരോട് ഇദ്ദേഹം പറയാറുണ്ട്, ഇവിടെ നിങ്ങൾക്ക് പറ്റിയ ഫാഷൻ ഇല്ല, ഇവിടെ മുസ്ലിങ്ങൾക്ക് പറ്റിയ ഹലാൽ ഫാഷൻ ഗോൾഡുകൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് കൊടുക്കാറ്. ജുവലറി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ ഹലാൽ ജുവലറി ഏറെ വിവാദങ്ങളിൽ തന്നെയാണ് കയറി വന്നത്. നോക്കുമ്പോൾ കേരളത്തിനകത്തും പുറത്തും ധാരാളം ബ്രാഞ്ചുകൾ തുടങ്ങി. ഒരേ ദിവസം 2-3 ഷോറൂമുകളൊക്കെ ഉദ്ഘാടനം ചെയ്യുന്നു. അങ്ങനെ വച്ചടി കയറി. അടുത്ത കാലത്തായി എല്ലാ മുഖ്യധാരാ പത്രങ്ങളുടെയും ഫ്രണ്ട് പേജിൽ വലിയ തോതിൽ പരസ്യം നൽകി ഈ ജുവലറി ബിസിനസ് നടത്തുന്ന ഒരു സ്ഥാപനമാണ് അൽ മുഖ്താദിർ ഗ്രൂപ്പ്. പാരമ്പര്യമായി കാലങ്ങളായി ജുവലറി ബിസിനസ് നടത്തുന്നവരെ പോലും കടത്തിവെട്ടുന്ന വിധത്തിലാണ് ഇവരുടെ പരസ്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ ജുവലറി ഗ്രൂപ്പിനെതിരെ ചോദ്യങ്ങൾ വിവിധ കോണുകളിൽ നിന്നും ഉയർന്നു വന്നു. ഇതിനിടയിൽ സ്ഥാപനത്തിൽ ആദായ നികുതി വകുപ്പിന്റെ പരിശോധനയും നടക്കുകയുണ്ടായി. എങ്കിലും ഇവരുടെ ജുവലറി പരസ്യവും ബിസിനസ്സും മുന്നോട്ട് തന്നെയാണ് പോയത്. ഏറെ വിവാദങ്ങളിൽ നിൽക്കുമ്പോഴും വിമർശനങ്ങൾ ഏറെ ഇവർക്കെതിരെ വരുമ്പോഴും പരാതികളും പരിഭവങ്ങളുമായി ധാരാളം വാർത്തകൾ പ്രചരിക്കുമ്പോഴും ഇവര് വച്ച കാലം മുന്നോട്ട് തന്നെയായിരുന്നു. ജുവലറി ബിസിനസ് എന്ന മാതൃക കാണിച്ച് പലരിൽ നിന്നും പണം ഡിപ്പോസിറ്റ് ആയിട്ട് വാങ്ങും. അങ്ങനെ ഇത്ര പവന്റെ സ്വർണം വേണം, ആ സ്വർണത്തിന്റെ ഡിപ്പോസിറ്റ് ചെയ്യുന്ന ആ പണം കൊണ്ടാണ് അൽ മുഖ്താദിർ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നത്. ഈ മാതൃകയിൽ വലിയ നിക്ഷേപകർ ഈ ജുവലറിയിൽ ഉണ്ട് എന്നാണ് സൂചനകൾ. എല്ലാ ആഭരണങ്ങളും പണിക്കൂലിയില്ലാതെ വാങ്ങിക്കാം എന്ന വലിയ പരസ്യമാണ് ഈ ജുവലറി ഗ്രൂപ്പിനെ വളർത്തി വലുതാക്കിയത്. അതോടൊപ്പം ഹലാൽ പലിശ വാഗ്ദാനം നൽകിയതോടെ ഇവർക്കെതിരെ വലിയ വിമർശനങ്ങളും പരാതികളും വന്നു. ഇന്ത്യ ഗവൺമെന്റ് നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങൾ അനുസരിച്ചിട്ടുള്ള ആഭരണങ്ങളല്ല വിൽക്കുന്നത് എന്നായിരുന്നു ഉയർന്നു വന്ന ആരോപണങ്ങളിൽ പ്രധാനം. അതോടെ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഈ സ്ഥാപനത്തിലെത്തി പരിശോധനയും നടത്തുന്നു. ഇപ്പോഴിതാ അൽ മുഖ്താദിർ ഗ്രൂപ്പിനെതിരെ കടുത്ത ആരോപണങ്ങളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് സ്വർണ്ണ വ്യാപാരികളുടെ സംഘടനകളുടെ നേതാവ്. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ അഥവാ AKGSMA സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് എസ് അബ്ദുൽ നാസർ ആണ് കേരളത്തിലെ പ്രമുഖ ജുവലറിക്കെതിരെ ആരോപണങ്ങൾ ഉയർത്തുന്നത്. പരിശുദ്ധ നാമങ്ങൾ ദുരുപയോഗം ചെയ്ത് കേരളത്തിലെ സ്വർണ്ണാഭരണ മേഖലയിലേക്ക് ഹലാൽ പലിശ തട്ടിപ്പുമായിട്ടാണ് ജുവലറി എത്തിയത് എന്നായിരുന്നു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന സംഘടനയുടെ നേതാവ് തന്നെ ആദ്യം ഉയർത്തിയ ആരോപണം. 0% പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകും എന്ന് പറഞ്ഞ് പത്രമാധ്യമങ്ങളിൽ മുൻ പേജ് ജാക്കറ്റ് പരസ്യങ്ങൾ നൽകി സമുദായത്തിലെ ഒരു വിഭാഗം ആളുകളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് വലിയ തോതിൽ പണം തട്ടിയെന്നും അബ്ദുൽ നാസർ ആരോപിക്കുന്നു. ഇത്തരം തട്ടിപ്പുകൾക്ക് മറയാക്കാൻ വേണ്ട തട്ടിക്കൂട്ട് ഡോക്ടറേറ്റും നിരവധി ഹോണററി ബിരുദങ്ങളും ഈ കാലയളവിൽ തന്നെ ഇയാൾ വിലയ്ക്ക് വാങ്ങിയിട്ടുണ്ട് എന്നാണ് ആരോപണം ഉയരുന്നത്. അൽ മുഖ്താദിർ ഗ്രൂപ്പ് 2000 കോടിയുമായി മുങ്ങിയെന്നും പല കോണുകളിൽ നിന്നും ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. ഉപഭോക്താക്കൾ അവരുടെ വലയിൽ വീഴാതിരിക്കാനും അവരെ പിന്തിരിപ്പിക്കാനും അസോസിയേഷൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ടെന്നും, എന്നാൽ അസോസിയേഷൻ പറഞ്ഞതിനെ മുഖവിലക്കെടുക്കാതെ കൂടുതൽ ആളുകൾ പരസ്യത്തിലടക്കം വീണ് തട്ടിപ്പിനിരയാകുകയാണ് ചെയ്തതെന്നും അഡ്വക്കേറ്റ് അബ്ദുൽ നാസർ ആരോപിക്കുന്നു. മുഹമ്മദ് മൻസൂർ അബ്ദുൽ സലാമാണ് അൽ മുഖ്താദിർ ഗ്രൂപ്പ് സ്ഥാപക ചെയർമാനും CEO-യും. അദ്ദേഹത്തെ ഉന്നം വെച്ചിട്ടാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ. ചില പുരോഹിതന്മാരെ അടക്കം തട്ടിക്കൊണ്ടാണ് തട്ടിക്കൂട്ട് പ്രസ്ഥാനങ്ങൾ ജുവലറിയുടെ ഈ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. 0% പണിക്കൂലിയിൽ സ്വർണങ്ങൾ വിൽക്കുമെന്ന് പറഞ്ഞ
പരസ്യം ചെയ്യുന്നതിനെ അസോസിയേഷൻ എതിർക്കുകയും നിയമ നടപടികൾ ഉൾപ്പെടെ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. തുടക്കത്തിൽ തന്നെ തട്ടിപ്പ് തിരിച്ചറിഞ്ഞ് ഇയാളുടെ വലയിൽ ഉപഭോക്താക്കൾ വീഴാതിരിക്കാനും അവരെ പിന്തിരിപ്പിക്കാനും അസോസിയേഷൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. എന്നാൽ അസോസിയേഷൻ പറഞ്ഞതിനെ ഒന്നും ശ്രദ്ധിക്കാതെ കൂടുതൽ ആളുകൾ പരസ്യങ്ങളിൽ വീണു പോകുകയും പണിക്കൂലി ഇല്ല എന്നതിലാണ് ആളുകൾ ഏറ്റവും കൂടുതൽ വീണ് തട്ടിപ്പിന് ഇരയായത് എന്നും സ്വർണ്ണ വ്യാപാരി സംഘടനയുടെ സംസ്ഥാന നേതാവ് ചൂണ്ടിക്കാണിക്കുന്നു. ജുവലറിയുടെ പരസ്യങ്ങൾ വഴി നിരവധി ആൾക്കാരാണ് ഈ തട്ടിപ്പിൽ കുടുങ്ങി കോടികൾ നിക്ഷേപിച്ചിട്ട് അത് നഷ്ടപ്പെട്ടിരിക്കുന്നത്. പലതും കണക്കില്ലാത്ത പണമായതുകൊണ്ട് എങ്ങനെയെങ്കിലും പണം വാങ്ങിയെടുക്കാനുള്ള ശ്രമമാണ് പലരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം കണക്കില്ലാത്ത പണമായതുകൊണ്ട് ഇത് വാർത്തയാക്കാനും പറ്റില്ല. ഇത് വാങ്ങിയവനും അറിയാം, ഞാൻ വാങ്ങിയ ആൾക്കാർ ഇത് ഒരിക്കലും പരാതിയുമായിട്ട് മുന്നോട്ട് വരില്ല എന്ന്. കാരണം ഇന്ത്യൻ ഗവൺമെന്റിനെ പറ്റിച്ച പണമാണല്ലോ. ഓരോ സ്ഥലങ്ങളിലും ഒരു ബിൽഡിംഗ് എടുത്ത് ഷോറൂം ആരംഭിക്കുകയും അതേ ഷോറൂമിന് 3-4 പേരുകൾ നൽകുകയും ചെയ്താണ് തട്ടിപ്പ് വിപുലീകരിച്ചത് എന്നും ഒരു ഷോറൂമിൽ പോലും ഉപഭോക്താക്കളെ വേണ്ട രീതിയിൽ സ്വീകരിക്കാനോ സ്വർണം നൽകാനോ ശ്രമിച്ചിട്ടില്ലെന്നും സ്വർണവുമായി പുലബന്ധം പോലുമില്ലാത്ത കുറെ ആൾക്കാരെ ഷോറൂമുകളിൽ കുത്തി നിറച്ച് കൃത്രിമ തിരക്കുണ്ടാക്കുകയും അവരെ ഉപയോഗിച്ച് വീട് വീടാന്തരം കയറി ഇറങ്ങി ചില പുരോഹിതരെ കൊണ്ട് അവരെ സ്വാധീനിപ്പിച്ച് വലിയ രൂപത്തിലുള്ള ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുന്നെന്നും അഡ്വക്കേറ്റ് എസ് അബ്ദുൽ നാസർ ആരോപിക്കുന്നു. പരസ്യം കണ്ട നിരവധി ഉപഭോക്താക്കൾ വിവാഹാവശ്യത്തിന് സ്വർണം വാങ്ങുന്നതിന് ഇയാളുടെ ഷോറൂമുകളിൽ എത്തുന്നവരിൽ നിന്നും വലിയ തുക ഡെപ്പോസിറ്റായി സ്വീകരിച്ചിരുന്നു. 3-6 മാസവും 1 വർഷവും കഴിഞ്ഞിട്ടും സ്വർണം നൽകാമെന്ന ഉറപ്പിന്മേലാണ് ഇദ്ദേഹം ഡെപ്പോസിറ്റുകൾ സ്വീകരിച്ചിരുന്നത്. ഇപ്പോൾ സ്വർണം എടുക്കാൻ വരുന്നവർക്ക് സ്വർണം നൽകുന്നില്ല. പല ഉപഭോക്താക്കളും കടയടപ്പിക്കാതെ തന്നെ രാത്രി വെളുക്കുവോളം അവിടെ തപസ്സിരുന്നു. മറ്റ് ഷോറൂമുകളിൽ നിന്നും സ്വർണം എത്തിച്ച് സത്യാഗ്രഹം ഇരിക്കുന്നവർക്ക് നൽകുന്ന പ്രവണതയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം ആരോപിക്കുന്നു. അതേസമയം അൽ മുക്താദിർ നടത്തുന്നത് തട്ടിപ്പാണ് എന്ന് തിരിച്ചറിഞ്ഞ ചില ജീവനക്കാരെ ഓരോ ഷോറൂമുകളിൽ നിന്നും പല ഷോറൂമുകളിലേക്ക് മാറ്റാനുള്ള ശ്രമം നടത്തിയിരുന്നു. ഇത് മനസ്സിലാക്കി ഷോറൂം ജീവനക്കാർ ഇപ്പോൾ യൂണിയൻ രൂപീകരിച്ചു. ഓരോ ജീവനക്കാരും ലക്ഷങ്ങളും കോടികളുമാണ് ഡെപ്പോസിറ്റ് ആയി വാങ്ങി നൽകിയിട്ടുള്ളത്. ആ ഡെപ്പോസിറ്റ് തിരിച്ചു കിട്ടാനുള്ള ശ്രമങ്ങളും ജീവനക്കാർ നടത്തുന്നുണ്ട്. തട്ടിപ്പിന് ഇരയാക്കി വലിയ തോതിൽ ഡെപ്പോസിറ്റ് സ്വീകരിക്കുകയും വലിയ തോതിൽ പരസ്യം നൽകുകയും ഡെപ്പോസിറ്റുകൾ മറ്റ് രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തതോടെ കേരളത്തിലെ ഇയാളുടെ ഷോറൂമുകളിൽ എങ്ങും 1/2 കിലോ സ്വർണം പോലും ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതിയെന്നും അഡ്വക്കേറ്റ് അബ്ദുൽ നാസർ ആരോപിക്കുന്നു. അൽ മുഖ്താദിർ ഗ്രൂപ്പിന്റെ തട്ടിപ്പിന് കേരളത്തിൽ അവസാനം കുറിക്കുകയാണ് എന്നും അതിനാണ് നമ്മൾ ശ്രമിക്കുന്നതെന്നും ഇയാൾ മുങ്ങുന്നതിന് മുമ്പ് ഡെപ്പോസിറ്റ് ചെയ്ത പണം എങ്ങനെയെങ്കിലും വാങ്ങിയെടുക്കാൻ ശ്രമിക്കണമെന്നും ജനങ്ങളോട് സ്വർണ്ണ വ്യാപാരികളുടെ അസോസിയേഷൻ അപേക്ഷിക്കുന്നു. ഇനിയും പല തട്ടിപ്പുകാർ വന്നാലും അപ്പോഴും അസോസിയേഷന്റെ നിലപാട് ഇത് തന്നെ ആയിരിക്കുമെന്നും ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് എസ് അബ്ദുൽ നാസർ അറിയിച്ചു. സംസ്ഥാനത്തെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ വലിയ തോതിൽ പരസ്യം ചെയ്യുന്ന ജുവലറിക്കെതിരെ ഗുരുതരമായ ആരോപണമാണ് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് എസ് അബ്ദുൽ നാസർ ഉയർത്തിയത്. ഈ ആരോപണങ്ങളോട് ജുവലറി അധികൃതർ ഇനിയും പ്രതികരിച്ചിട്ടില്ല. അൽ മുഖ്താദിർ നടത്തുന്ന തട്ടിപ്പുകളെ കുറിച്ച് നേരത്തെ പല മാധ്യമങ്ങളിലും വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. അടുത്ത കാലത്തായി ഐക്യരാഷ്ട്രസഭയുടെ ആഗോള സമാധാന സമിതിയുടെ എക്സലൻസ് അവാർഡ് അൽ മുഖ്താദിർ ഗ്രൂപ്പ് സ്ഥാപകൻ ചെയർമാനും സിഇഒയുമായ ഡോക്ടർ മുഹമ്മദ് മൻസൂർ അബ്ദുൽ സലാമിന് ലഭിച്ചു എന്ന വിധത്തിൽ വലിയ രൂപത്തിൽ പ്രചാരണം ഈ ജുവലറി ഗ്രൂപ്പ് നടത്തിയിരുന്നു. ഇതും തട്ടിപ്പാണ് എന്ന് അതിന് പിന്നാലെ വ്യക്തമാകുകയും ചെയ്തു. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ജുവലറിയുടെ സംസ്ഥാനത്തെ ഷോറൂമുകളിൽ വ്യാപകമായി ആദായ നികുതി വകുപ്പിന്റെ പരിശോധന നടന്നിരുന്നു. TDS നികുതി വെട്ടിപ്പ്, അപ്രതീക്ഷിതമായ വൻ വളർച്ച, പുതിയ ഷോറൂമുകൾ അവയിലെ നിക്ഷേപം തുടങ്ങിയ കാര്യങ്ങളാണ് അന്വേഷിച്ചത്. ഇതിനു മുമ്പ് സ്വർണ്ണാഭരണങ്ങളിൽ അനധികൃതമായ ഹാൾമാർക്ക് മുദ്ര പതിപ്പിക്കുന്നതായി ആരോപണം ഉയർന്നതോടെ അൽ മുഖ്താദിർ ജുവലറി ഗ്രൂപ്പിന്റെ വിവിധ ഷോറൂമുകളിൽ പരിശോധന നടത്തിയിരുന്നു. വൻ പത്രപരസ്യങ്ങളുടെ അകമ്പടിയോടുകൂടിയായിരുന്നു ജുവലറികൾ പ്രവർത്തനം തുടങ്ങിയതും എല്ലാ ആഭരണങ്ങളും പണിക്കൂലിയില്ലാതെ വാങ്ങിക്കാം എന്ന വൻ പരസ്യം നൽകിയാണ് അൽ മുഖ്താദിർ ഗ്രൂപ്പ് തങ്ങളുടെ ജുവലറികൾ തുറന്നത്. അതോടൊപ്പം ഹലാൽ പലിശ വാഗ്ദാനം നൽകിയതോടുകൂടി ഇവർക്കെതിരെ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങളും പരാതികളും ഉയർന്നു വന്നു. എന്നാൽ അന്നെല്ലാം ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്ന് അൽ മുഖ്താദിർ ജുവലറി മാനേജ്മെന്റ് പ്രതികരിച്ചു. ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളോടും അൽ മുഖ്താദിർ മൻസൂർ അബ്ദുൽ സലാം പ്രതികരിച്ചിട്ടില്ല എന്നാണ് മാധ്യമങ്ങളിൽ നിന്നും അറിയാൻ കഴിയുന്നത്. നന്ദി.